ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ അപ്പോയിൻമെൻറ്റ്സുമായി ബേസ് ചെയ്തിട്ടൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്ത്യയിലും കേരളത്തിലുമായി 2025 ഏപ്രിൽ വരെ നടന്ന അപ്പോയിൻമെൻറ്റ്സ്. PSCയുടെ ഒരു ട്രെൻഡിങ് ടോപ്പിക്കാണ് ഈ അപ്പോയിൻമെൻറ്റ്സ് എന്നുള്ളത്. ഏതൊരു എക്സാമിനാണെങ്കിലും 2 to 3 മാർക്സ് വരെ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളാണ് ഈ ഒരു ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോയിൻമെൻറ്റ്സ് പഠിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ പ്രധാനമന്ത്രിയിൽ നിന്നും രാഷ്ട്രപതിയിൽ നിന്നും ഒക്കെ വേണം തുടങ്ങാൻ, അല്ലേ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണെന്നും അതുപോലെ പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ്, 15ാമത് പ്രസിഡന്റാണ് ദ്രൗപദി മുർമു എന്നൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻകർ ആണ്. 14ാമത് ഉപരാഷ്ട്രപതിയാണ് അദ്ദേഹം. ഇനി നമുക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് നോക്കാം. 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. 50ാമത് DY ചന്ദ്രചൂഡാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു ഫാക്റ്റ് വന്നിട്ടുള്ളത് എന്താണ്? മെയ് മാസം ആകുമ്പോഴേക്കും സഞ്ജീവ് ഖന്ന സ്ഥാനം ഒഴിഞ്ഞ് ആ സ്ഥാനത്തേക്ക് BR ഗവായി സ്ഥാനം ഏൽക്കും എന്നുള്ളതാണ്. നിലവിൽ സഞ്ജീവ് ഖന്നയാണ് 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇനി കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ M. ജാംതർ. നിതിൻ M. ജാംതർ ആണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. അതുപോലെ നീതി ആയോഗിനെ നോക്കുകയാണെങ്കിൽ നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ്? പ്രൈം മിനിസ്റ്ററാണ്, നരേന്ദ്രമോദിജിയാണ് നിലവിൽ. അപ്പോൾ വൈസ് ചെയർമാൻ ആരാ? സുമൻ ബെറി. സുമൻ ബെറിയാണ് നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ. ഇനി CEO ആണ്, നീതി ആയോഗിൻ്റെ CEO ആണ് BVR സുബ്രഹ്മണ്യം. അപ്പോൾ ഈ CEOയും വൈസ് ചെയർമാനും തമ്മിൽ തിരിഞ്ഞു പോകും. CEO 3 അക്ഷരങ്ങളാണ്, അതുപോലെ BVR സുബ്രഹ്മണ്യം 3 അക്ഷരങ്ങളാണ്. BVR CEO BVR സുബ്രഹ്മണ്യം. അതുപോലെ വൈസ് ചെയർമാൻ സുമൻ ബെറി. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനും CEOയും നോട്ട് ചെയ്ത് വെക്കണം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായിട്ടുള്ള വ്യക്തിയാണ് ഹീരാലാൽ സമാരിയ. ഹീരാലാൽ സമാരിയ. അതുപോലെ കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് V. ഹരി നായർ. കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ V. ഹരി നായരും കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ടുള്ളത് ഹീരാലാൽ സമാരിയ. മാറിപ്പോവാതെ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ കിഷോർ രാഹ്തകർ. ഓക്കെ, ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ കിഷോർ രാഹ്തകർ ആണ്. അതുപോലെ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ ദേശീയ തലത്തിലാണെങ്കിൽ വിജയ കിഷോർ രാഹ്തകർ, അതുപോലെ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവിയുമാണ്. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഓർത്തു വെക്കുന്നത്? ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്ന് പറയുമ്പം വിജയിച്ച ഒരു സ്ത്രീ ആയിരിക്കണം. അപ്പോൾ വിജയ കിഷോർ രാഹുത്തറയാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷയായി അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സതി അതുപോലുള്ള സമ്പ്രദായങ്ങളൊക്കെ പണ്ട് കേരളത്തിൽ നിലനിന്നിരുന്നു. അപ്പോൾ സതീ ദേവിയെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വനിതാ കമ്മീഷൻ്റെ സംസ്ഥാന തലത്തിലുള്ള അധ്യക്ഷയായി അപ്പോയിന്റ് ചെയ്തിട്ടുള്ളതെന്ന് ആലോചിച്ച് വയ്ക്കാം. P. സതീ ദേവി. ഓക്കെ. ISRO ചെയർമാൻ പുതിയ അപ്പോയിൻമെൻ്റ് ആണ്. ISRO ചെയർമാൻ V. നാരായണൻ. അതുപോലെ DRDO ചെയർമാൻ ആയിട്ടുള്ളത് സമീർ V. കാമത്ത്. സമീർ V. കാമത്ത് DRDO. VSSC ചെയർമാൻ S. ഉണ്ണികൃഷ്ണൻ. VSSC ചെയർമാനായിട്ട് S. ഉണ്ണികൃഷ്ണനെയും അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ISRO ചെയർമാൻ V. നാരായണൻ, DRDO ചെയർമാൻ സമീർ V. കാമത്ത്, VSSC ചെയർമാൻ S. ഉണ്ണികൃഷ്ണൻ. VSSC എന്ന് പറയുമ്പോൾ അവിടെ 2 S ഉണ്ട്, ഉണ്ണിന്ന് എഴുതുമ്പോഴും 2 N വരുന്നുണ്ട്. അങ്ങനെ കണക്ട് ചെയ്ത് വയ്ക്കാം. VSSC ചെയർമാൻ S. ഉണ്ണികൃഷ്ണൻ. അടുത്തത് ലോക്പാലാണ്. ലോക്പാലായി അപ്പോയിൻറ്റഡ് ആയത് അജയ് മണികറാവു ഖാൻവിൽക്കർ ആണ്. ലോക്പാലിലെ പാലും ഖാൻവിൽക്കറിലെ വില്ലും തമ്മിൽ കണക്ട് ചെയ്ത് വയ്ക്കുക. പാല് വിൽക്കാനായിട്ട് പോയി എന്ന് ആലോചിച്ച് വയ്ക്കാം. ലോക്പാൽ AM ഖാൻവിൽക്കർ അല്ലെങ്കിൽ അജയ് മണികറാവു ഖാൻവിൽക്കർ. കേരള ലോകായുക്തയായി അപ്പോയിൻറ്റഡ് ആയത് ജസ്റ്റിസ് S. അനിൽകുമാർ. ജസ്റ്റിസ് S. അനിൽകുമാർ ആണ് കേരള ലോകായുക്ത. ഇനി അറ്റോർണി ജനറൽ ആരാണ്? അറ്റോർണി ജനറൽ വെങ്കിട്ട രമണി. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. അറ്റോർണി ജനറൽ വെങ്കിട്ട രമണി അറ്റത്താണ് ഇരുന്നതെന്നോ അങ്ങനെ എന്തെങ്കിലും. അറ്റോർണി ജനറൽ വെങ്കിട്ട രമണി. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. അത് ഒരുപാട് നാളായിട്ട് നമ്മൾ പഠിക്കുന്നതാണല്ലോ, അതിന് കോഡൊന്നും വേണ്ടല്ലോ. കേരള അഡ്വക്കേറ്റ് ജനറൽ K. ഗോപാലകൃഷ്ണക്കുറുപ്പ്. കേരള അഡ്വക്കേറ്റ് ജനറലാണ്. അപ്പോൾ ഒരു കേരളവുമായി ടച്ചുള്ള ഒരു പേരാണ് ഗോപാലകൃഷ്ണക്കുറുപ്പ്. കേരള അഡ്വക്കേറ്റ് ജനറൽ K. ഗോപാലകൃഷ്ണക്കുറുപ്പ്. നിലവിലെ UPSC ചെയർമാൻ ആരാണ്? പ്രീതി സുധനാണ് നിലവിലെ UPSC ചെയർമാൻ. UPSC ചെയർമാനായി അപ്പോയിൻറ്റഡ് ആവുന്ന 2ാമത്തെ വനിതയാണ് പ്രീതി സുധൻ. അടുത്തത് KPSC ചെയർമാൻ. അത് നമുക്ക് അറിയാവുന്നതാണ് ആരാണെന്ന്. MR ബൈജു ആണ്. ഇനി UGC ചെയർമാൻ ആരാണ്? ജഗദേഷ് കുമാറാണ് UGC ചെയർമാൻ. UPSC ചെയർമാൻ പ്രീതി സുധൻ, KPSC ചെയർമാൻ MR ബൈജു, UGC ചെയർമാൻ ജഗദേഷ് കുമാർ.
RBI ഗവർണർ ആരാണ്? RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. 26ാമത് RBI ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. 25ാമത് RBI ഗവർണർ ആയിരുന്നത് ശക്തികാന്ത ദാസ് ആണ്. ശക്തികാന്ത ദാസ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ വി രാമസുബ്രഹ്മണ്യൻ. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കണം. വി രാമസുബ്രഹ്മണ്യമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. കേരള മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായി അപ്പോയിന്റഡ് ആയിരിക്കുന്നത്. കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. അതുപോലെ മറ്റ് ഇലക്ഷൻ കമ്മീഷണർമാരുണ്ട്, 2 പേര്, സുഖബീർ ബി സന്ധുവും വിവേക് ജോഷിയും. സുഖബീർ ബി സന്ധു, വിവേക് ജോഷി എന്നിവർ മറ്റ് ഇലക്ഷൻ കമ്മീഷണർമാരാണ്. കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ജ്ഞാനേഷ് കുമാർ. മറ്റ് ഇലക്ഷൻ കമ്മീഷണർമാരാണ് സുഖബീർ ബി സന്ധു, വിവേക് ജോഷി. വിവേകവും സുഖവും ഒക്കെയുള്ള ആളുകളാണ് മറ്റ് ഇലക്ഷൻ കമ്മീഷണർമാർ. ഓക്കെ അല്ലേ? ഇനി കേരള സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? കേരള സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് എ ഷാജഹാൻ. എ ഷാജഹാൻ ആണ്. അതുപോലെ കേരള സംസ്ഥാന ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ്? ഇലക്ട്രൽ ഓഫീസർ ഒരു ഡോക്ടറാണെന്ന് വിചാരിക്കുക. ഡോക്ടർ രത്തൻ കേൽക്കർ. ഡോക്ടർ രത്തൻ കേൽക്കർ ആണ് കേരള ചീഫ് ഇലക്ട്രൽ ഓഫീസർ. ഇനി നമുക്ക് സെബിയുടെ ചെയർമാൻ ആരാണെന്ന് നോക്കാം. സെബി എന്താണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ആരാണ് സെബിയുടെ ചെയർമാൻ? തുഹിൻ കാന്ത പാണ്ഡെ. തുഹിൻ കാന്ത പാണ്ഡെയാണ് സെബിയുടെ ചെയർമാൻ. അതുപോലെ നബാർഡിൻ്റെ ആണെങ്കിലോ, നബാർഡ് ഷാജി കെ വി. ഷാജി കെ വി ആണ് നബാർഡിൻ്റെ ചെയർമാൻ. മറ്റൊരു പോയിന്റ്, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ തൃപ്തി ഗുർഹ. തൃപ്തി ഗുർഹയാണ്. അത് കുട്ടികളെയൊക്കെ തൃപ്തിപ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. വലിയ എന്നത് ദേശീയവുമായിട്ട് വേണം കണക്ട് ചെയ്യാൻ. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ചെയർമാനാണ് തൃപ്തി ഗുർഹ. അപ്പം തന്നെയാണെങ്കിൽ കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ ആരാണ്? മനോജ് കുമാറാണ്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാറാണ്. നമ്മുടെ മനോജ് KJN ഉണ്ടല്ലോ, അദ്ദേഹത്തിന് കുട്ടികളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് ആലോചിക്കുക. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ചെയർമാൻ KV മനോജ് കുമാർ. അടുത്തത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ. ഓക്കെ. അടുത്തത് കേരള ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കേരള ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആണെങ്കിൽ അത് A റഷീദ്. A റഷീദാണ് കേരള ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. ഇനി കേരള പട്ടികജാതി കമ്മീഷൻ ചെയർമാനാണ് കിഷോർ മക്വാന. കിഷോർ മക്വാനയാണ് കേരള പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ. ഓക്കെ. വല്ലാത്ത ജാതി ഒരു ആന എന്ന് ആലോചിച്ച് വെക്കാമേ. വല്ലാത്ത ജാതി ഒരു ആന. പട്ടികജാതി കമ്മീഷൻ ചെയർമാനാണ് കിഷോർ മക്വാന. ഓക്കെ. ഇനി ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആണെങ്കിൽ അന്തർ സിംഗ് ആര്യ. അന്തർ സിംഗ് ആര്യയാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ. ഇനി അടുത്തത് കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ BS മാവോജി ആണ്. BS മാവോജി. ഇനി ഒരു 1-2 ചോദ്യം കൂടി ചോദിക്കട്ടെ. ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാ? ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. 16ാമത് ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനാണ് അരവിന്ദ് പനഗരിയ. അങ്ങനെയാണെങ്കിൽ 15ാമത്തെ ആരാ? NK സിംഗ് ആയിരുന്നേ. NK സിംഗ്. അതുപോലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? സഞ്ജയ് മൂർത്തിയാണ്. സഞ്ജയ് മൂർത്തിയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് അപ്പോയിൻമെൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതെല്ലാം പഠിച്ചു വെക്കുക. ഷുവറായിട്ട് 2 മാർക്കിൻ്റെ ചോദ്യം എന്തായാലും ഈ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വരുന്ന 10th മെയിൻസിനും ഡിഗ്രി പ്രിലിംസിനും ഡിഗ്രി മെയിൻസിനും എല്ലാം. അപ്പോൾ തുടർന്നും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.